Sari Vibes. ഇന്ന് ഞാൻ ക്യൂട്ട് സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ആയിട്ട് വന്നതാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ക്യൂട്ട് സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ആയിട്ട് വരാമെന്ന്. ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിരുന്നപ്പോൾ ഇന്ന് ആ വീഡിയോ ആയിട്ട് ഞാൻ വന്നതാണ്. ഞാൻ ആദ്യം ഇങ്ങനെ പേപ്പർ എടുക്കണം, കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിവിടെ കാണുന്നത്. എന്നിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കണം. ഇത് ശരിക്കും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്യാൻ തന്നെ. ഇവിടെ അധികം വെള്ള കളറില്ലല്ലോ, അതേമാതിരി എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കത്രിക, കളർ ബ്രഷ് പെന്നോ കളർ പെൻസിലോ എന്തെങ്കിലും കളർ നല്ലതായിരിക്കണം. നല്ല ഇത് കളർ ചെയ്യാൻ നല്ല കളർ നോക്കിയെടുക്കാം. സ്കെച്ചോ ബ്രഷ് പെന്നോ, ഞാൻ ബ്രഷ് പെൻ വെച്ചാട്ടോ കളർ ചെയ്തിരിക്കണേ. ഇത് ഞാൻ ശരിക്കും തെറ്റിപ്പോയതാണ്. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ളത്. എനിക്കിത് ഇഷ്ടമായി. ഈ ഹലോ കിറ്റിനെയും മൈ മെലഡിനെയും കുറോമിനെയും ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഷീപ്പ് ലിയോ ഞാൻ നോക്കിയപ്പോൾ ഇതിന് ലിയോന്ന് എന്തായിരുന്നു, പിന്നെ വേറൊരു പേരും ഉണ്ടായിരുന്നു, അതെന്താ ഞാൻ മറന്നുപോയി. ഇതിൻ്റെ പിക്ചർ ഞാൻ പേപ്പർ കോപ്പി ആപ്പിൽ ഞാൻ എടുത്ത് ട്രേസ് ചെയ്തേക്കുന്ന കേട്ടോ. ഇതിൻ്റെ എല്ലാം ഞാനിപ്പോൾ കാണിച്ചതിലെല്ലാം ഇവിടെ കിടക്കുന്നതിലെല്ലാം ഞാൻ സ്വന്തമായി വരച്ചിരിക്കുന്നത് ഇങ്ങനത്തെ കുറച്ച് ഐസ്ക്രീംസ് ഫുഡും മാത്രമാണ്. കവായി ഫുള്ള് ഞാൻ പേപ്പർ കോപ്പി വെച്ചിട്ട് വരച്ചേക്കണയാണ്. കളറിങ്ങിൽ എന്തോ ചിലത് മാത്രം ഞാൻ ഒറ്റയ്ക്ക് കളർ ചെയ്തതും ചിലത് ഞാൻ അതിൽ നോക്കി ഏതാ കളർന്ന് നോക്കി ചെയ്തത്. അത് കാരണമാണ് കളറൊക്കെ ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട് എനിക്ക്. ഇപ്പം ഞാൻ കാണിച്ചു തന്നത് പിങ്ക് കളറ് ഇനൊക്കെ, ഇതിൻ്റെ കളർ വൈറ്റ്. ഞാൻ അറിയാണ്ട് പിങ്ക് അടിച്ചു പോയി. കുറച്ചുകൂടി ഉള്ളൂ, അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വെട്ടി എടുക്കുന്നത് തീർന്നു. സ്ട്രോബെറി, ക്യാരറ്റ്, മൈ മെലഡി, കുറോമി, ഹലോ കിറ്റി, പിന്നെ ഉണ്ട് അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഐസ്ക്രീം, ബർഗർ, പിസ്സ, എനിക്കറിയുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം ഞാൻ അതിൽ നോക്കിയിട്ടുണ്ട്, നോക്കി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ കവായി, എനിക്ക് അധികം അറിയില്ല ഇതിനെക്കുറിച്ചൊന്നും. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഞാൻ ചെയ്യുന്നതാണ് സ്റ്റിക്കർ മേക്കിംഗ് ഒക്കെ. എൻ്റെ ആദ്യം ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കർ ഇതായിരുന്നു. ഇതിൽ കവായി ഒന്നുമില്ല, ഞാൻ തന്നെ നോക്കി ചെയ്തിരിക്കുന്ന പടം. ഈ വട്ടം അങ്ങനത്തെ ഒന്നുമില്ല. ഈ വട്ടം പിസ്സ, ഫുഡ് ഐറ്റംസ്, കവായി, അതൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കവായി ഞാൻ ഏതൊരു വീഡിയോ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുന്നതിലാണ് ഞാൻ ആദ്യമായിട്ട് കവായി കണ്ടത്. അപ്പോൾ എൻ്റെ ബ്ലൈൻഡ് ബാഗിലും ഞാൻ കവായി ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലൈൻഡ് ബാഗോ ജേർണലോ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്നതൊക്കെ ആഡ് ചെയ്യാം. ഞാൻ ചെയ്തു, ഇത്രേ ഉള്ളൂ. ലാസ്റ്റ് വൺ. അപ്പോൾ ഞാൻ എല്ലാം ചെയ്യാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇത്രയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ ബോർഡ് ഉണ്ടാക്കിയ വീഡിയോ ഞാൻ എൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്തത് ഇങ്ങനത്തെ ഒരു പേപ്പർ വേണം. ഈ നെയിം സ്ലിപ്പൊക്കെ ഇല്ലേ, നെയിം സ്ലിപ്പൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ നെയിം സ്ലിപ്പിൻ്റെ ഈ പേപ്പർ ഇല്ലേ, ഈ പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ എടുത്താൽ മതി. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ കവായി വെക്കണം.
പറഞ്ഞില്ലേ, അതിതാട്ടോ. ഇത്രയും പേര് ഞാൻ കണ്ടിട്ടുണ്ട്, മക്കളെ ഞാൻ കണ്ടിട്ടില്ല. വെള്ളം മീന് കുറച്ച് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് എന്നെ ഹെൽപ്പും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം ഈ രീതിയിൽ വെക്കണം, ഇങ്ങനെ വെക്കാം. എന്നിട്ട് സെലോ ടേപ്പ് ഒട്ടിക്കണം. ഒരു നീളമുള്ള സെലോ ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിക്കണം. താഴെയായിട്ടും പൊടിയൊന്ന് അടിക്കും. ഇനി ഇത് മൂവ് ചെയ്ത് വേറെ സ്ഥലത്ത് വെക്കാം. ഇനി വേറൊരു സെലോ ടേപ്പ് ഇരിക്കണം. സെലോ ടേപ്പ് കുറേ വേണ്ടിട്ട് ഇത് ചെയ്യാൻ. ചിരിക്കണോട്ടിരുന്നു. എന്നിട്ട് ഇത് അതിന്റെ മുകളിലായി വെച്ചു കൊടുക്കണം. അത് 2 ലെയറായി. ഇനി നമുക്ക് ഇത് പറിച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ കാണിച്ചു തന്ന ഈ ബട്ടർ പേപ്പറിൽ തന്നെ മുറിച്ച് എനിക്ക് ഇതിൻ്റെ കൂടെ വയ്ക്കാം. അല്ലെങ്കിൽ എനിക്ക് കവർ സ്റ്റിക്കേഴ്സ് എന്ന് മാത്രമായി സെപ്പറേറ്റ് ആയിട്ടും വയ്ക്കാം. അല്ലെങ്കിൽ എനിക്ക് ഇത് വെട്ടിയെടുക്കാം. ഇത് ഞാനിപ്പോൾ സെവൻ ടോപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. എനിക്ക് ഇത് തന്നെ വെട്ടിയെടുത്തിട്ട് കൂട്ടിയിട്ടിട്ട് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്ത് ഇങ്ങനെ ഒട്ടിക്കാം. അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിൽ ബട്ടർ പേപ്പർ ഉണ്ട്. ഫ്ലോപ്പ് ആയോ റെഡി ആയോ എന്ന് നോക്കാം. കറക്റ്റായിട്ട് വന്നേ. ഇവിടെ ഒത്തുന്നത് കൊടുക്കട്ടെ. ഇത് വേറൊരു ബട്ടർ പേപ്പറാണ്. ഇതും വർക്കിംഗ് ആണ്. ഇനി വേണമെങ്കിൽ ഇതിൽ തന്നെ വെച്ചും ചെയ്യാം. ഇപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ഞാനത് കുറേ ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരെണ്ണം ഇങ്ങനെ ചെയ്തപ്പോൾ അത് റെഡിയായി. ഇനി ഞാൻ എല്ലാം കൂടി ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒട്ടിച്ചും കാണിച്ചു തരാം. ചിലതൊക്കെ ഒട്ടിച്ചും കാണിച്ചു തരാം. എല്ലാം ഇതേമാതിരി തന്നെ ചെയ്യണം. ഞാനിപ്പോൾ വേറെ ഒന്നും കൂടി അതേമാതിരി, ഇത് കവായ അല്ല, വേറെ ചെയ്തു. ഇതും ഒട്ടുന്നുണ്ട്. വേറെ ചെയ്തിട്ട് രണ്ടും വർക്കായി. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും. ഇനി വേറൊരു രീതി കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റിക്കർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ വെക്കാൻ പാടുള്ളൂ. വേറെ പേപ്പറിൻ്റെ മുകളിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഒട്ടി അവിടെ തന്നെ ഇരിക്കും. അതിൻ്റെ മുകളിലും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ വെക്കാം. ഞാൻ ഇതിൻ്റെ അടിയിൽ വേറെ സെലോ ടേപ്പ് ഒട്ടിച്ചിട്ടില്ലേ, ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്ക് അതിനെ ഇങ്ങനെ പറിച്ചെടുത്ത് ഇപ്പോൾ ഇങ്ങനെ ആയില്ലേ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് ഒട്ടും ചെയ്യും. ബാക്കി വശം ഒട്ടും ഒട്ടിച്ചെടുത്ത് ഇപ്പോഴും അതൊട്ടുണ്ട്.
രണ്ട് രീതിയിലും ചെയ്ത് കാണിച്ചു തന്നു. രണ്ടും വർക്കിംഗ് ആണ് കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ള എല്ലാ കവായും ഞാൻ ആദ്യം ചെയ്ത മാതിരി ഇങ്ങനെ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഞാനപ്പോൾ എല്ലാം വെട്ടി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത മാതിരി ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബാക്ക് ഊരി പിന്നെ ഇങ്ങനെ ഒട്ടിക്കുന്ന മാതിരി ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇനി ബട്ടർ പേപ്പർ എൻ്റെ കയ്യിലില്ല, അതാണ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ പോവാം. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഞാനിപ്പോൾ കാണിച്ച നിയന്ത്രണത്തിൻ്റെ ബാക്കിലുള്ള പേപ്പർ. ഇനിയുമുള്ളവർ എൻ്റെ മുകളിലായിട്ട് ഈ പേപ്പർ വെച്ചിട്ട് കവായ് സ്റ്റിക്കേഴ്സിനൊക്കെ എഴുതി എനിക്ക് ചെയ്യാമായിരുന്നു. ഇനിയും ഞങ്ങൾക്ക് പിന്നെ പേപ്പർ കിട്ടുകയാണെങ്കിൽ ഞാനൊക്കെ വെട്ടി അതിലൊട്ടിക്കും. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ചെയ്തു. ഇത് മാത്രമേ ഞാൻ ഫ്രണ്ടിൽ മാത്രം സ്റ്റിക്കറോട്ട് ചെയ്തിട്ടുള്ളൂ. അതിങ്ങനെ ഒട്ടിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഈസി ആയിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒട്ടിക്കാം. അപ്പം നന്നായിട്ട് ഒട്ടും ചെയ്യും, ഇരിക്കുകയും ചെയ്യും നന്നായിട്ട്. ഇവിടെ ഇതാണെങ്കിൽ എനിക്ക് ഇതിങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല, മറ്റേതാണ് കുറച്ചുകൂടി നല്ലത്. നന്നായിട്ടിരുന്നോളും. പിന്നെ ബാക്കിലും അത് നന്നായിട്ടുള്ളത് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ ഇവിടെ. അതിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വെള്ളമായതുകൊണ്ട് ശരിക്കും അങ്ങനെ ഒട്ടില്ല. അത് കാരണം ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത്രയും ഞാൻ ഉണ്ടാക്കിയിട്ടോ. പിന്നെ ഞാൻ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യണം. ഇനി നിങ്ങൾക്ക് ക്രാഫ്റ്റ് വീഡിയോസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോസ്, കുഷി ഉണ്ടാക്കുന്ന വീഡിയോ, എങ്ങനത്തെ വീഡിയോ വേണമെങ്കിലും ക്രാഫ്റ്റ് ആയിട്ടുള്ളത് എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ചെയ്യും. പിന്നെ ഞാൻ ഈ ചെറിയ വർക്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോഴത്തേക്കും ബൈ ബൈ.